पिक्चर अभी भी बाकी है भाई. പെൺകുട്ടികളെ ഉൾപ്പെടെ വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ പുരുഷ പോലീസ് മർദ്ദിക്കുകയും ലാത്തി മാത്രമല്ല ബ്ലേഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇത് പുതിയതാണല്ലോ. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല ഒട്ടുമില്ല. ആ സമരത്തിൽ പങ്കെടുത്ത മുൻ മന്ത്രി കൂടി നേരിട്ട് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ജലപീരങ്കി അടിച്ചതിന്റെ വെള്ളത്തിന്റെ പ്രശ്നവും അത് പരിശോധിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണ്. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കലെന്നുണ്ടല്ലോ. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് വളരെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SFI എന്ന വിദ്യാർത്ഥി സംഘടന പ്രക്ഷോഭം നടത്തിയപ്പോൾ ലാത്തി മാത്രമല്ല ബ്ലേഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്ന കേരളത്തിൽ ആദ്യമായിട്ടല്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെയും നിരവധി പ്രക്ഷോഭങ്ങളുണ്ട്. ആ ചോരക്കറ മാഞ്ഞിട്ടുമില്ല. SFI ഉയർത്തുന്ന ന്യായമായ മുദ്രാവാക്യത്തെ അടിച്ചമർത്തി ഇല്ലാതാക്കി കളയാമെന്നാണ് ആരെങ്കിലും ധരിക്കുന്നതെങ്കിൽ ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാകൂടാ ചങ്ങരച്ചേട്ടാന്നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ആ സമരത്തിൽ SFI മാത്രമായിരിക്കില്ല, ഈ കേരളത്തിലെ ബഹുജനങ്ങളും ജനങ്ങളാകെയും അണിനിരന്നുകൊണ്ട് ആ സമരത്തിൽ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുക്കും. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ഇങ്ങനെ വിദ്യാർത്ഥിനികളെ പുരുഷ പോലീസിന് ഉപയോഗിച്ച് മർദ്ദിച്ചതും ബ്ലേഡ് ഉൾപ്പെടെ ലാത്തി മാത്രമല്ല ബ്ലേഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതും പരിശോധിക്കണമെന്ന് ഏറ്റവും ഇതിൽ ഉയർന്ന ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ 2 MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. എന്ത് പ്രഹസനമാണ് സജി. മീഡിയക്കാർ My God, sentimental and psychological move. ഈ 10 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ദൃശ്യം KSU സമരത്തിൽ കണ്ടിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് സമരത്തിൽ കണ്ടിട്ടുണ്ടോ? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. വൈറ്റാണ് ചവിട്ടി പെൺകുട്ടിയുടെ എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.